Welcome to BSc Complementary Physics, Semester 4, C41, Complementary Physics, the chapter Electronics. Today we discuss transistor characteristics. Transistor characteristics. Before going to transistor characteristics, we see a problem, one more problem from transistor alpha and beta. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കർവുകളാണ്, അതിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന അതിൻ്റെ കർവുകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു നിർത്തിയ ആൽഫ ബീറ്റയിലെ ഒരു പ്രോബ്ലം വിത്ത് ഡയഗ്രാം അതൊന്ന് പറയാനുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. എ ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ സി കോൺഫിഗറേഷൻ. The collector supply is 8 volt. The voltage across the collector resistance is 0.5 volt. If RC, collector load, RC is 800 ohm and alpha is 0.96, find 1 collector emitter voltage, 2 base current. അപ്പോൾ ഒരു സർക്യൂട്ട് തന്നിരിക്കുകയാണ്. I shall read the question once again. A transistor is connected in C configuration. The collector supply is 5 volt. The voltage drop across the collector resistance is 0.5 volt. If RC equal to 800 ohm and alpha is 0.96, find 1 collector emitter voltage VCE എന്ന് പറയും. VCE, C suffix and base current. അപ്പോൾ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ട് ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററാണ്. എമിറ്ററിലാണ് ആരോ ഇട്ടിരിക്കുന്നത്. ആരോ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കോമൺ എമിറ്റർ എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിൽ IB കറണ്ട്, ആ മുകളിൽ IC കറണ്ട്. IC ആണ് റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്നത്. അവിടെയുള്ള ഡ്രോപ്പാണ് BC 0.5 വോൾട്ട്. സപ്ലൈ വോൾട്ടേജാണ് BCC, അത് 5 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് VC കാണണം, ആ മാർക്കിരിക്കുന്ന VC കണ്ടുപിടിക്കണം. അതുപോലെ IB കാണണം. ഗിവൺ സപ്ലൈ വോൾട്ടേജ് VCC ഈക്വൽ ടു 8 വോൾട്ട് ആണല്ലേ. നിങ്ങൾക്ക് സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് ഗിവൺ ഈസ് 8 വോൾട്ടാണ്. VCC 8 വോൾട്ട്. ഇൻ ദ ഫിഗർ VC ഈക്വൽ ടു VC പ്ലസ് BCE, BCC ഈക്വൽ ടു VC പ്ലസ് VC. അതായത് നമ്മൾ ക്രിച്ചോസിൽ അപ്ലൈ ചെയ്യണേ. ആ പടം നോക്ക്. ആ പടത്തിന് റൈറ്റ് സൈഡിൽ താഴെ ഒരു ഗ്രൗണ്ട്, മുകളിൽ ഒരു ബാറ്ററി ആണല്ലോ. ഇങ്ങനെ വെറുതെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. ഈ ഗ്രൗണ്ട് കാണിച്ചാൽ അവിടെ നിന്ന് വയറെടുത്തിട്ട് മുകളിൽ സപ്ലൈയുടെ നെഗറ്റീവ് കൊണ്ട് കണക്ട് ചെയ്യുന്ന അർത്ഥം. ഇവിടെ മുകളിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് RC കാണിച്ച് പിന്നെ ട്രാൻസിസ്റ്റർ കൊടുത്തിട്ട് താഴെ ഗ്രൗണ്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഒറ്റ ലൈനാണല്ലോ കാണിക്കുന്നത്. ഒറ്റ ലൈനിൽ നമുക്ക് എലമെൻറ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എലമെൻറ്റ് കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. എങ്ങനെയാണ് സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നത്? ഈ എർത്തിൽ നിന്ന് ആ മുകളിൽ ബാറ്ററി VCC ഉണ്ടല്ലോ, മുകളിലത്തെ 8 വോൾട്ട് ബാറ്ററി, ആ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് വയർ പോകുന്നുണ്ട് എന്നർത്ഥം. ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ അർത്ഥം ബാറ്ററി നെഗറ്റീവിൽ നിന്ന് വയറെടുത്തിട്ട് മുകളിലുള്ള 8 വോൾട്ട് BCCയുടെ നെഗറ്റീവ് കൊടുക്കുന്ന അർത്ഥം. എന്നിട്ട് അവിടെ നമ്മൾ ക്രിച്ചോഫ് സെക്കൻഡ് അപ്ലൈ ചെയ്യണം. അതായത് സപ്ലൈ വോൾട്ടേജ് ഈ PD തുല്യം എന്നുള്ള ക്രിച്ചോഫ് സെക്കൻഡ് അപ്ലൈ ചെയ്യണം, KVL. അപ്പോൾ അതാണ് ഇവിടെ ഇരിക്കുന്നത്. VCC ഈക്വൽ ടു, അതായത് സപ്ലൈ വോൾട്ടേജ് VCE ഈക്വൽ ടു ആ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് VC, പിന്നെ ട്രാൻസിസ്റ്റർ വോൾട്ടേജ് VCE. അതാണ് വോൾട്ടേജ് ഡിവൈഡർ ഫോർമുല. ആ സ്റ്റെപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. VCC ഈക്വൽ ടു VC പ്ലസ് VCE. എന്താണ് VCC? 8 വോൾട്ട് സപ്ലൈ. എന്താണ് VC? 0.5 വോൾട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ VCE കാരണം സബ്ട്രാക്ട് ചെയ്താൽ മതി, 0.5 ലെഫ്റ്റിൽ കൊണ്ടുപോയാൽ മതി. വളരെ ഈസി പ്രോബ്ലമാണ്. അപ്പോൾ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നത് VC ഈക്വൽ 8 മൈനസ് 0.5, 7.5. 8 മൈനസ് 0.5 ഈക്വൽ ടു 7.5 എന്ന് കിട്ടും. പിന്നെ നമ്പർ 2 നമുക്ക് IB കാണണ്ടേ. IB ആണെങ്കിൽ ബീറ്റ അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. ആൽഫ ഈസ് ഈക്വൽ 0.96. ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഈക്വൽ ടു 0.96 ബൈ 1 മൈനസ് 0.96 is equal to 0.96 by 0.04 equal to 24.
That is beta is 24. But beta is IC by IB. That is IB is IC by beta. എന്താണ് IC? 0.65 ബൈ ബീറ്റ 24. അപ്പോൾ ഈ IC കണ്ടിരിക്കുന്നത് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയ സൈഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. വി സി ഈക്വൽ IC RC. IC is VC by RL. RL or RC? RC 0.5 by RC എത്ര 800 ഓം അല്ലേ? 800 ഓം ആണെങ്കിൽ കിലോ ഓം ആക്കുമ്പോൾ 0.8. ദാറ്റ് ഇസ് 5/8. 0.65 ഇൻറ്റു 10⁻65 mA എന്ന് കിട്ടും. കാരണം വോൾട്ട് ബൈ കിലോ ഓം ഈസ് മില്ലി ആംബിയർ. വോൾട്ട് ബൈ കിലോ ഓം ഈസ് മില്ലി ആംബിയർ. 0.65 മില്ലി ആംബിയർ എന്ന് കിട്ടും. അവിടെ യൂണിറ്റ് ഓർക്കുക, വോൾട്ട് ബൈ കിലോ ഓം ഈസ് മില്ലി ആംബിയർ. അതാണ് ഇവിടെ കൊടുത്തത്. 0.65/24 ഈക്വൽ ടു എത്ര കിട്ടും? 60/24 0.00 എത്രയാണെന്ന് ഫൈസ് നോക്കുക. നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് 0.016 ആണോ? അത് 26. 0.026 ആയിരിക്കും. അതൊന്ന് ഡിവൈഡ് നോക്കണേ. 24 അതിന്. അപ്പോൾ 0.026 മില്ലി ആംബിയർ എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് വോൾട്ടേജും അല്ലെങ്കിൽ കറണ്ടും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഒരു ട്രാൻസിസ്റ്ററിന് 3 കറണ്ട് ഉണ്ടല്ലോ, IC, IB, IE ഒക്കെ ഉണ്ടല്ലോ. അതും അതേപോലെ തന്നെ വോൾട്ടേജ് VC, VB പോലെയുള്ള വോൾട്ടേജ് ഉണ്ട്. കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഉണ്ട്, ബേസ് എമിറ്റർ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജുകളും കറണ്ടുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രാഫിക്കൽ ഗ്രാഫുകളെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കേണ്ടത് ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ടുകളും വോൾട്ടേജുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രാഫുകളാണ്. ഒരു ട്രാൻസിസ്റ്ററിന് 3 തരം ക്യാരക്ടറിസ്റ്റാണ് പറയുന്നത്. അതായത് ഏത് ട്രാൻസിസ്റ്റർ ആയാലും, CB ആയാലും CE ആയാലും CC ആയാലും ഓരോന്നിനും 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അത് നോക്കി ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവൻ സ്പെല്ലിങ് പറയണമെന്നില്ല. CHS എന്ന് പറഞ്ഞാൽ മതി. CHS എൻ്റെ കുത്തിട്ടാൽ മതി. അപ്പം എല്ലാ CHSഉം എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കുക എന്ന് പറഞ്ഞാൽ 9 എണ്ണം പഠിക്കണം. കാരണം CBക്ക് 3 എണ്ണം, C ട്രാൻസിസ്റ്ററിന് 3 എണ്ണം, CCക്ക് 3 എണ്ണം. അത് പഠിക്കുക കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് എക്സാമിനേഷൻ കാണാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ 9 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിന് പകരം സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഏത് ട്രാൻസിസ്റ്റർ ആയാലും CB, CE, CC ഏതായാലും അതിന് 3 സെറ്റ് കർവാണുള്ളത്. ഒന്നാമത്തെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തിന് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്നാമത്തിന് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ഓരോന്ന് നോക്കാം നമുക്ക്. ആദ്യം പറയുന്നത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ. അതൊരു ഹെഡിങ് നമ്മൾ വിട്ടുപോയി. ഇത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ. രണ്ടാമത്താണ് പ്രധാനപ്പെട്ട ട്രാൻസിസ്റ്റർ. രണ്ടാമത്തത് ഈ 3 കോൺഫിഗറേഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ നമ്മൾ C ട്രാൻസിസ്റ്ററിൻ്റെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓർത്തിരിക്കണം, അവിടെ എഴുതി വെച്ചോളാം. C ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ. നമ്മൾ സെലക്റ്റഡ് ടോപ്പിക്കായിട്ട് കൊടുക്കുകയാണ്. കാരണം C ട്രാൻസിസ്റ്ററാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ സെറ്റിനെ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അത് IB, VC, BB കർവാണ്. ബേസ് കറണ്ടും ബേസ് എമിറ്റർ വോൾട്ടേജിനും കർവാണ്. അത് വരയ്ക്കുമ്പോൾ VC കളക്ടർ എമിറ്റർ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ 2 കർവ് വരച്ചിട്ട് കേട്ടോ ആ ചിത്രത്തിൽ. ഒരെണ്ണത്തിൽ VC 1 വോൾട്ട്, രണ്ടാമത്തിൽ VC 10 വോൾട്ട്. അപ്പോൾ എക്സാക്സിൽ VB എടുക്കും,
ബേസ് എമിറ്റർ വോൾട്ടേജ് എടുക്കും, വൈ ആക്സിൽ നമ്മൾ ഐ ബി ബേസ് കറണ്ട് എടുക്കും. അപ്പോൾ ബേസ് കറണ്ട് വരുന്ന ഇൻപുട്ടില്ല, അതുകൊണ്ടാണ് ഇതിന് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദേ ആർ, ഓർക്കണം ഇത് സി ട്രാൻസിസ്റ്ററിൻ്റെതാണെന്ന് മോൾ എഴുതണം. ആ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ബ്രാക്കറ്റ് വേണ്ടി എഴുതാം, ഓഫ് സി ട്രാൻസിസ്റ്റർ. നമ്മൾ സി മാത്രമേ പറയുന്നുള്ളൂ. ദേ ആർ ഐ ബി 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 കർവ് ഫോർ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഇ. These characteristics resemble the family of forward biased diode characteristics. അപ്പോൾ ഡയോഡ് നമ്മൾ കർവ് വരച്ചിട്ടുണ്ടല്ലോ, ഡയോഡിൻ്റെ ഈ ന്യൂ വോൾട്ടേജ് ഒക്കെ വരുന്ന കർവില്ല, അതുപോലെ ഇരിക്കും ആ ഡയോഡിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ഇരിക്കും ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് CHS. ഇനി സി ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് CHS എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ടാണ് വൈ ആക്സിൽ വരുന്നത്, പിന്നെ എക്സ് ആക്സിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് വരും. കളക്ടർ എമിറ്റർ വോൾട്ടേജ് BC അത് വരക്കുന്നത് കോൺസ്റ്റന്റ് IB യിലാണ് വരക്കുന്നത്. കോൺസ്റ്റന്റ് IB യിൽ ഈ ബേസ് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടാണ് അവയെല്ലാം വരക്കുന്നത്. അപ്പോൾ ആ സെറ്റ് ഓഫ് കർവ്സിൽ കാണുന്നതാണ്. IB കോൺസ്റ്റന്റ് ആകുമ്പോൾ IB നമ്മൾ ആദ്യം ഒരു 30 മൈക്രോ ആമ്പിയർ വെക്കും, ഓരോരോ VC വോൾട്ടേജ് കൊടുക്കും, കറസ്പോണ്ടിങ് ആയിട്ട് IC നോട്ടെയും ഗ്രാഫ് വരക്കുമ്പോൾ ആ ടോപ്പ് ഗ്രാഫ് കിട്ടും. അതുപോലെ മറ്റ് കോൺസ്റ്റന്റ് IB വാല്യൂവിന് വരയ്ക്കുന്ന ഗ്രാഫുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അത് മുമ്പ് പറഞ്ഞ പോലെ മുമ്പത്തെ ആ ഗ്രാഫിൽ പറഞ്ഞ സെൻറ്റൻസ് നോക്കി നമുക്ക് എഴുതാവുന്നതാണ്, ഈ സെൻറ്റൻസ് നോക്കി പറയാവുന്നതാണ്. എങ്ങനെ പറയും? ദേ ആർ ഔട്ട്പുട്ട് CHS, ഇത് നോക്കി പറയാം. ദേ ആർ IC VC characteristics എന്ന് പറയും. They are IC VC curve for different base current IB. ഇപ്പം ഇതിന് റിസംബ്ലൻസ് പറയണ്ട, they are as shown in the figure എന്ന് പറഞ്ഞാൽ മതി. as shown in the figure. ഇനി അടുത്ത സെറ്റ് കർവ്, അടുത്തത് അപ്പോൾ അതിൻ്റെ പേര് വെട്ടിപ്പോകുന്നതാണ്. പേര് മുകളിലായിരുന്നു. ഇതിന് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറയും. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആ ഒരു ഹെഡിങ് എഴുതണം, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. TRANSFER, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അല്ലെങ്കിൽ ബ്രാക്കറ്റ് എഴുതണം, ഇറ്റ് ഈസ് IC/IB കർവ്. ഡ്രോൺ അറ്റ് കോൺസ്റ്റന്റ് കളക്ടർ എമിറ്റർ വോൾട്ടേജ്. IC/IB കർവ് എഴുതിയാൽ മതി. IC/IB കർവ്. ഈ മൂന്നാമത്തെ കർവിനെ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും, ട്രാൻസ്ഫർ CHS എന്ന് പറയും. അതിനെ IC/IB കർവ് എന്ന് പറയും. ദേ ആർ കർവ്സ് ഡ്രോൺ ബൈ ടേക്കിംഗ് IB ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് IC ഓൺ ദി വൈ ആക്സിസ് ആറ്റ് കോൺസ്റ്റന്റ് VC വോൾട്ടേജ്. അപ്പോൾ ഈ ഗ്രാഫിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്ലോപ്പ് കണ്ടാൽ നമുക്കൊരു ട്രയാങ്കിൾ വരച്ച് സ്ലോപ്പ് കാണാമല്ലോ. സ്ലോപ്പ് കണ്ടാൽ അത് ΔIC/ΔIB തരും. നമ്മളിതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിൾ ഒരു സൈഡ് ΔIZ അളക്കണം, താഴത്തെ ബേസ് സൈഡ് ΔIB ആയിട്ട് അളക്കണം. ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ΔIC/ΔIB ബീറ്റ കണ്ടുപിടിക്കുകയും ചെയ്യാം. ട്രാൻസിസ്റ്റർ ബീറ്റ ഈ അവസാനം പറയുന്ന ട്രാൻസ്ഫർ CHS നിന്ന് കണ്ടുപിടിക്കുക. ഗിവ് ദ ഷേപ്പ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഗിവ് ദ ഷേപ്പ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് C ട്രാൻസിസ്റ്റർ, അങ്ങനെ ചോദിക്കുക. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഇത് ലോഡ് ലൈൻ, DC ലോഡ് ലൈൻ ഓഫ് ആൻ ആംപ്ലിഫയർ. DC ലോഡ് ലൈൻ കേട്ടോ, നമുക്ക് 2 ലോഡ് ലൈൻ വരക്കാറുണ്ട്. ഒന്ന് DC ലോഡ് ലൈൻ, രണ്ടാമത്തെ AC ലോഡ് ലൈൻ. അപ്പോൾ DC ലോഡ് ലൈനിൻ്റെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. DC ലോഡ് ലൈൻ ഓഫ് ആൻ ആംപ്ലിഫയർ. ഇതൊരു ആംപ്ലിഫയറിൻ്റെ പടമാണ് കേട്ടോ. ആംപ്ലിഫയർ ഇപ്പോൾ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇൻപുട്ടിന് ഒരു ബാറ്ററി ഉണ്ട് VBB, ഔട്ട്പുട്ടിന് ഒരു ബാറ്ററി ഉണ്ട് VCC. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു AC കൊടുക്കും, VI. അപ്പോൾ അവിടെ ഒരു കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഉണ്ടാകും, VC ആണ് ഔട്ട്പുട്ടിൻ്റെ അളവ്. VI ആണ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ VBB
VCC എന്ന് പറയുന്ന 2 ബാറ്ററി വേണ്ടി വരും. അതിനെ ബയസിങ് ബാറ്ററി എന്ന് പറയും. അതിന് കൂട്ടത്തിലാണ് നമ്മൾ AC അപ്ലൈ ചെയ്യുന്നത്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു AC സിഗ്നലിനെ, ചെറിയ AC വോൾട്ടേജിനെ വലിയ AC വോൾട്ടേജാക്കി മാറ്റുന്നതാണ്. എങ്ങനെ മാറ്റും? അത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ബയസിങ് വോൾട്ടേജ് ഇല്ലേ, ബാറ്ററി BBB, അതുപോലെ VCC, അതിന് സഹായത്തല്ല മാറ്റിയെടുക്കുന്നത്. ചെറിയ AC വോൾട്ടേജിനെ, ചെറിയ AC സിഗ്നലിനെ വലിയ AC സിഗ്നലാക്കി മാറ്റുന്നതാണ് ആംപ്ലിഫയർ. അത് എങ്ങനെ മാറ്റും? DC എടുത്തിട്ടാണ് മാറ്റുന്നത്. ആ ട്രാൻസിസ്റ്ററിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന DC വോൾട്ടേജ്, അതിന് ബയസിങ് വോൾട്ടേജ് എന്ന് പറയും. ആ ബയസിങ് വോൾട്ടേജ് കൺവേർട്ട് ചെയ്തിട്ടാണ് AC ആയിട്ട് തരുന്നത്. അതിന് നമ്മളൊരു കർവ് വരും കേട്ടോ. ആ പുറകിൽ കാണുന്നത്, പിന്നെ പുറകിലൊന്നല്ല, ആ ഒരു സെറ്റ് കർവ് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സാണ്. നമ്മൾ നേരത്തെ വരച്ച രണ്ടാമത്തെ സെറ്റ് കർവാണ്, VCIC കർവാണ്. അതിൻ്റെ പുറത്തായി ലോഡ് ലൈൻ വരയ്ക്കണം. അതിൻ്റെ പുറത്താണ് DC ലോഡ് ലൈൻ വരയ്ക്കുന്നത്. ആ DC ലോഡ് ലൈനാണ് പടത്തിൽ AB എന്ന് കാണിച്ചിരിക്കുന്നത്. AB, ആ AB ലൈനില്ലേ നമ്മൾ തെളിച്ച് വരച്ചിരിക്കുന്ന AB ലൈൻ, അതാണ് DC ലോഡ് ലൈൻ. അപ്പോൾ Aയിലെ വാല്യൂ എഴുതിക്കുന്നത് VCC/RC എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ RL. ഇവിടെ റെസിസ്റ്റൻസിനെ നമ്മൾ RC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ RC എന്ന് മതി, VCC/RC. പിന്നെ താഴത്തെ പോയിന്റ് Bയിൽ എഴുതിയിരിക്കുന്നത് VCC എന്നാണ്. VCC മാക്സിമം വോൾട്ടേജ് ആണ്, VCC. അപ്പോൾ ഈ ഇതിൻ്റെ ആ DC ലോഡ് ലൈൻ പടത്തിലെ AB ആണ്. അത് വരയ്ക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് CHSലാണ്. അപ്പോൾ 2 പോയിന്റ് Aയും Bയും. A വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്, B വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് പോയിന്റ്. Bയിൽ കറണ്ട് 0ആണ്, IC 0ആണ് Bയിൽ. അറിയാമല്ലോ, B എന്നുള്ള X ആക്സിൽ പോയിന്റാണ്. X ആക്സിസ് കംപ്ലീറ്റ് Y കോർഡിനേറ്റ് 0. എന്താ Y കോർഡിനേറ്റ്? IC ആണ്. ഇപ്പോൾ B എന്നുള്ള പോയിന്റ് X ആക്സിലാണ്. Bയിൽ കറണ്ട് 0 ആണെങ്കിൽ കറണ്ട് ഇല്ല, കറണ്ട് കട്ട് ഓഫ്. അതുകൊണ്ട് B കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ Aയിൽ കറണ്ട് മാക്സിമം ആണ്, ICയുടെ മാക്സിമം വാല്യൂ ആണ് Aയിൽ. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ സാച്ചുറേഷനാണ്. അപ്പോൾ A വിളിക്കുന്ന പേര് സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ അതായത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ DC ലോഡ് ലൈൻ വരയ്ക്കാൻ, AB വരയ്ക്കാൻ 2 പോയിന്റ് ആവശ്യമുണ്ട്. ഒന്ന് B എന്നുള്ള പോയിന്റ്, മറ്റത് A എന്നുള്ള പോയിന്റ്. B വിളിക്കുന്ന പേര് കട്ട് ഓഫ് പോയിന്റ്, A വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്. കട്ട് ഓഫ് പോയിന്റിൽ കറണ്ട് 0, സാച്ചുറേഷൻ പോയിന്റിൽ കറണ്ട് മാക്സിമം. ആ മാക്സിമം കറണ്ട് IC മാക്സ് എന്ന് പറയും. അത് VCC/RC ആണ്. Consider common emitter transistor amplifier. See figure. VCC is the supply voltage, RC is the collector load, and IC is the collector current. Apply Kirchhoff's voltage law at the collector emitter circuit. Then we get VCC equal to ICRC plus VC. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ VCC equal to VC plus VC എന്ന് പറഞ്ഞല്ലേ. ആ VC ആണ് ICRC. ഇവിടെ പടം നോക്കൂ, ഇത് ആംപ്ലിഫയറിൻ്റെ പടമാണ്. ഒരു ബാറ്ററിയാണ് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ. അപ്പോൾ പിന്നെ റൈറ്റ് സൈഡിൽ ആ ക്ലോസ്ഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് VCC. ഈ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ബാറ്ററി കാണിക്കാറില്ലേ, ബാറ്ററിക്ക് വരെ മുകളിൽ ഇങ്ങനെ എഴുതി, നമ്മൾ നേരത്തെ കണ്ട പടത്തിൽ പോലെ മുകളിൽ എഴുതി അവിടെ VCC പ്ലസ് എന്ന് കാണിക്കുകയുള്ളൂ. ഇവിടെ സർക്യൂട്ട് ക്ലോസ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ VCC എന്ന് പറഞ്ഞാൽ ആ റൈറ്റ് സൈഡിലുള്ള ക്ലോസ്ഡ് പാത്തിൽ നമുക്ക് എഴുതാം VCC ഈക്വൽ ടു VCE പ്ലസ് ICRC. ICRC മുകളിലുള്ള വോൾട്ടേജാണ്, അതിന് VC എന്ന് പറയും. ICRC പ്ലസ് താഴെ VC. അപ്പോൾ ആ 2 വോൾട്ടേജ് കൊടുത്താൽ സപ്ലൈ വോൾട്ടേജ് കിട്ടും. അതാണ് ഇവിടെ എഴുതിയ ഇക്വേഷൻ കണ്ടോ. VCC ഈക്വൽ ടു ICRC പ്ലസ് VCE. അതൊന്ന് മോഡിഫൈ ചെയ്യും കേട്ടോ. അതിൽ നിന്ന് ഈ ICRC കണ്ടുപിടിക്കുമ്പോൾ VCE ലെഫ്റ്റ് സൈഡിൽ പോകണം. ICRC ഈക്വൽ ടു VCE മൈനസ് VCE. അപ്പോൾ IC കാണാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ RC കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ മൈനസ് ടൈം കൊണ്ട് നമ്മൾ ആദ്യം എഴുതും, മൈനസ് ആ VCE ആദ്യം എഴുതും. -1/RC VCE പ്ലസ് VCC/RC. ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ VCC ഈക്വൽ ടു ICRC പ്ലസ് VCE തന്നെയാണ്. തൊട്ട് മുകളിൽ എഴുതിയ VCC ഈക്വൽ ടു ICRC പ്ലസ് VCE, അതിന് പകരം ICയിൽ പറഞ്ഞ ഇക്വേഷനാണിത്. രണ്ടും ഒന്ന് തന്നെ. IC ഈക്വൽ ടു -1/RC VCE പ്ലസ് VCC/RC. ഞാൻ പറഞ്ഞത് ഈ കിർച്ചോഫ്സ് ലോ വെച്ച് എഴുതിയ ഈ കാണുന്ന ഇക്വേഷനും നമ്മൾ IC കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ രണ്ടും ഒന്നാണ്.
രണ്ട് തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിന് ഇപ്പം ഐ സി എന്താണ്? വൈ ആക്സിൽ എടുക്കുന്ന ടേമാണ്. നമ്മുടെ ഗ്രാഫിൽ ലോഡ് ലൈൻ ഗ്രാഫിൽ വൈ ആക്സിൽ എടുക്കുന്ന വാല്യൂ ആണ് ഐ സി. എന്താണ്? വി സി എക്സ് ആക്സിൽ എടുക്കുന്ന വാല്യൂ ആണ്. അപ്പം ഇത് ഇങ്ങനെ ആലോചിച്ചാൽ ഈ ഇക്വേഷൻ നോക്കിക്കുക, ഇക്വേഷൻ നമ്പർ 1 നോക്കിക്കുക. ഇത് ദിസ് ഈസ് ആൻ ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ ഫോം വൈ ഇസ് എം എക്സ് പ്ലസ് സി. വൈ ഇസ് എം എക്സ് പ്ലസ് സി എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനായിട്ട് വരും ഇത് ഇക്വേഷൻ നമ്പർ 2, വേർ എം ഈസ് -1/RC. എമ്മിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് -1/RC ആണ്. ആൻഡ് വൈ ഇന്റർസെപ്റ്റ് സി ഈക്വൽ ടു VCC/RC. This straight line AB drawn on the output to CHS of a transistor is called the DC load line. ഇങ്ങനെ വരക്കുന്ന ലൈൻ എ ബിയെ വിളിക്കുന്ന പേരാണ് DC ലോഡ് ലൈൻ. ഇത് എവിടെയാണ് വരക്കുന്നത്? ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ. അപ്പോൾ അതിൽ 2 പോയിന്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കട്ട് ഓഫ് പോയിന്റ്, സാച്ചുറേഷൻ പോയിന്റ്. ആ ബി എന്നുള്ള പോയിന്റിനെ നമ്മൾ കട്ട് ഓഫ് പോയിന്റ്, എ എന്നുള്ള പോയിന്റിനെ സാച്ചുറേഷൻ പോയിന്റ്. അത് രണ്ടും എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ. കട്ട് ഓഫ് പോയിന്റ് ആൻഡ് സാച്ചുറേഷൻ പോയിന്റ്. ടു ഡ്രോ DC load line, 2 points are required. They are one saturation point A to cut off point B. At A, VC equals 0. VC equals 0. A എന്നുള്ള പോയിന്റ് വൈ ആക്സിലാണ്. അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ VC equal to 0. From 1 we get IC equal to VCC/RC. കാരണം VC 0 ഇട്ടാൽ ഇക്വേഷൻ നമ്പർ 1 നിന്ന് നമുക്ക് എന്ത് കിട്ടും? VC 0 ഇട്ടാൽ ആ ഇക്വേഷൻ നമ്പർ 1 നിന്ന് IC equal to VCC/RC എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയത്. IC equal to VCC/RC. At B, IC equal to 0. From equation 1, VC equal to VCC. അതാണ് ഈ സാച്ചുറേഷൻ പോയിന്റിന്റെയും കട്ട് ഓഫ് പോയിന്റിന്റെയും കറണ്ട് വാല്യൂസ്. ഇത് ഡെഫിനേഷൻ ഓഫ് എ DC ലോഡ് ലൈൻ. DC ലോഡിന്റെ ഡെഫിനേഷൻ എന്താണ്? ഇത് DC ലോഡ് ലൈൻ ഈസ് ദ ലൈൻ on the output CHS characteristics of a transistor which gives 0 signal value of IC and VC. സിഗ്നൽ കൊടുക്കാത്തപ്പോൾ ICക്കും VCക്കും, സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോഴാണ് AC സിഗ്നൽ കൊടുക്കുന്നത്. അതിന് മുമ്പ് ബയസിങ് വോൾട്ടേജ് ആണ്. ഈ ബയസിങ് വോൾട്ടേജിലാണ് നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടേഴ്സ് വരക്കുന്നത്. ഇത് DC ലോഡ് ലൈൻ ഈസ് ദി ലൈൻ on the output CHS of a transistor which gives 0 signal values of IC and VC. ഇതിനടുത്തത് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട്, Q. Operating point Q is defined as the point of intersection of a load line for a given value of IB. Operating point Q is equal to VCE/IC. Q point is equal to quiescent point or silent point. അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന ഗ്രാഫ്. നമ്മൾ ആ എ ബി ആണ് നമ്മുടെ DC ലോഡ് ലൈൻ. അത് നമ്മൾ വരയ്ക്കുന്ന ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞു. ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഐ ബി വാല്യൂ ഉള്ള ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ റൈറ്റിലേക്ക് വട്ടം വരച്ചിരിക്കുന്നത്. ആ ലൈൻ Q എന്നുള്ള പോയിന്റിലാണ് എ ബിയെ കട്ട് ചെയ്യുന്നത്. എ ബി ആണ് DC ലോഡ് ലൈൻ. ആ DC ലോഡ് ലൈനെ ആ ഗ്രാഫ് ഒരു പ്രത്യേക പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന പോയിന്റാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂസെന്റ് പോയിന്റ് എന്ന് പറയും. ക്യൂസെന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സൈലന്റ് എന്നാണ്, സൈലന്റ്. അപ്പോൾ ആ പോയിന്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ പെർഫോമൻസ് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ എന്താണ് ക്യൂസെന്റ് പോയിന്റ് നോക്കുക. ഈസ് കോൾഡ് ക്യൂസെന്റ് പോയിന്റ് ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ദ ട്രാൻസിസ്റ്റർ ഈസ് സൈലന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സിഗ്നൽ. ട്രാൻസിസ്റ്ററിനകത്ത് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, സൈലന്റ് ആണ്. ദ മോസ്റ്റ് പ്രോപ്പർ പൊസിഷൻ ഓഫ് Q പോയിന്റ് ഈസ് VCE equal to half VCC.
ഇപ്പോൾ ക്യൂ പോയിന്റ് എഴുതുന്നത് VCE, IC എന്നാണ് ഒരു പോയിന്റ് XY VCE, IC എന്നാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രോപ്പർ പോയിന്റ് ഏതാണ്? പ്രോപ്പർ പോയിന്റ് മിഡ് പോയിന്റ് ആണ്. അവിടെ VCE ഹാഫ് VCC ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ DC ലോഡ് ലൈൻ, ഗിവ് ഇറ്റ്സ് യൂസ്, അത് ഉപയോഗം പറയുക. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ ഈ DC ലോഡ് ലൈൻ വരയ്ക്കണം. അതിൻ്റെ യൂസ് ഞാൻ പറയുകയാണ്. ദിസ് ലൈൻ ഈസ് യൂസ്ഫുൾ ഇൻ അനലൈസിങ് ആൻഡ് ഡിസൈനിങ് ആംപ്ലിഫയേഴ്സ്. ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാനും അവയെ പഠിക്കാൻ അനലൈസ് ചെയ്യാനും ഇത് ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ലോഡ് ലൈൻ ആൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. എക്സ്പ്ലെയിൻ ലോഡ് ലൈൻ ആൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ DC ലോഡ് ലൈൻ വായിച്ച് അങ്ങ് പഠിക്കുക. അപ്പോൾ എന്താ DC ലോഡ് ലൈൻ? നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിൽ വരയ്ക്കണം. ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിൽ ഔട്ട്പുട്ട് CHS വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് AB ആണ് DC ലോഡ് ലൈൻ. അപ്പോൾ ഈ ഔട്ട്പുട്ട് CHS വരയ്ക്കാനായിട്ട് നമുക്ക് AC വേണ്ട, AC കൊടുക്കണം. AC കൊടുക്കുമ്പോഴാണ് ശരിക്കും ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ബയസിങ് വോൾട്ടേജ് വേണം. ആ ബയസിങ് വോൾട്ടേജിനാണ് നമ്മൾ VWB എന്നും VCS എന്നും പറയുന്നത്. അത് കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ആംപ്ലിഫയർ ആകുമ്പോൾ അത് വർക്കിംഗ് കാണിക്കുന്ന DC ലോഡ് ലൈൻ. ഔട്ട്പുട്ട് CHSൻ്റെ പുറത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് DC ലോഡ് ലൈൻ. അപ്പം അത് വരയ്ക്കണമെങ്കിൽ ഇത് ആംപ്ലിഫയർഡ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്ന പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതൊരു പ്രത്യേക IBയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ IB ഈ DC ലോഡിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇനി അപ്പോൾ ഇതിന് വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആക്ച്വൽ AC കൊടുക്കുമ്പോൾ ഈ DC ലോഡിന് ഷിഫ്റ്റ് ഉണ്ടാകും, ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ഒന്നത് പിന്നെ നേരെയാകും, കുറച്ചുകൂടി മാറും. അത് പഠിക്കാൻ പോകണം. അതിനെ വിളിക്കുന്നത് AC ലോഡ് ലൈൻ. അപ്പോൾ ഈ നമ്മൾ DCയിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചതിന് ശേഷം ഇനി വർക്കിംഗ് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു ഗ്രാഫാണ് AC ലോഡ് ലൈൻ. ആ ഗ്രാഫ് AB എന്ന് പറയും. 2 പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ്, കട്ട് ഓഫ് പോയിന്റ്. ഇനി ആക്ച്വൽ AC കൊടുക്കുമ്പോൾ ഈ ലൈൻ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. അത് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും DC ലോഡ് ലൈനെ കുറിച്ച് പഠിക്കുക. That is all in this class. അപ്പോൾ DC ലോഡ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണം. എക്സ്പ്ലെയിൻ DC ലോഡ് ലൈൻ, വാട്ട് ഇസ് ഇറ്റ്സ് യൂസ്. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്റ്റഡി ചെയ്യാൻ, അനലൈസ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട്, ഒരു ലൈനാണ്, ഒരു ഗ്രാഫിക്കൽ ലൈനാണ്, റെപ്രസെൻറ്റേഷനാണ് DC ലോഡ് ലൈൻ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ DC ലോഡ് ലൈൻ, ഗീവ് ആൻഡ് ഡിഫൈൻ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q ആണ്, അത് ഡിഫൈൻ ചെയ്യുക. അതിൽ ഈ 0 സിഗ്നൽ നമ്മൾ AC കൊടുക്കാത്തപ്പോൾ അതിൻ്റെ IC വാല്യൂ എത്രയാണ്, അതുപോലെ VC വാല്യൂ എത്രയാണ് എന്ന് കാണിക്കുന്ന പോയിന്റാണ്. അത് മിക്കവാറും ആ മിഡ് പോയിന്റ് ആയിട്ട്, ഈ ലോഡ് ലൈൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും. Q പോയിന്റിൽ VC വാല്യൂ VCC/2 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിനകത്തുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലവും AC ലോഡ് ലൈനും പഠിക്കും. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു.